ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച രണ്ട് ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതില്. അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. എടാ നാണം ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറഞ്ഞ് അടിക്കേണ്ടത്. ഇതുണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നോക്കുന്നാണില്ല, കേൾക്കുന്നോക്കുന്നാണില്ല. പിന്നെ ആ ഇന്റർവ്യൂവിന് സമ്മതിച്ചിരുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു പൈസക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് പൈസക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ വിളിച്ച് വരുത്തിയിട്ട് വന്നവരാണ് എന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടിനും നാണുമാനും ഇല്ല. പിന്നെ എന്തിനാണ് ഈ രണ്ട് ചാനലുകാരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്താ പറയുക പബ്ലിക്കായിട്ട് പറഞ്ഞത്? രണ്ടെണ്ണം കേട്ടിരിക്കുന്നത് ഞാനാണെങ്കിലും അടിച്ച് ചുവട് പൊളിക്കുമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടാ. രണ്ടും ഒന്നിനും കൊള്ളാത്തെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടാ പോരെ. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണ്. എനിക്ക് ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുമാന്റെ കാര്യം പറഞ്ഞല്ലോ, ആണടാ എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ? ഇതുണ്ടാക്കിയവൻ നിന്റെ കൂട്ടുകാരനാ, തൊപ്പി വെച്ചവനെ. നീ അവന്റെ മോന്തക്കുട്ടിക്കാണ് ചെന്ന് അടിക്കേണ്ടത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവൻ അവനാണ്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവരാണ് അവരെങ്കിൽ പോട്ടെ. എന്നാൽ പിന്നെ നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ എന്തിനാ ആ ചോദ്യം വന്നത്? എന്നാൽ പിന്നെ നിങ്ങൾ നല്ല എന്താ പറയുക അഭിമാനമുള്ള ആൾക്കാരാണെങ്കിൽ ആ ചോദ്യം അങ്ങ് മാറ്റി വെക്കണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തിട്ടില്ല? നിങ്ങളത് പബ്ലിക്കായിട്ട് ചോദിച്ചില്ലേ ആ ചോദ്യം? ഓൾറെഡി ഈ നാശം പിടിച്ച അതുലിനെതിരെ ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ ഈ നാണമില്ലാത്ത നാശം പിടിച്ച ചരിതം വിറ്റ കഥ അടക്കം പുറത്തു വിട്ടുന്നത്. ഇവന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്. അല്ല, ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ. അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവര് 1 മാസമായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്, മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. ഇപ്പം നിങ്ങളെല്ലാവരും കേട്ടില്ലേ? ഞാൻ വിളിച്ചു വരുത്തിയത് അവരെ, എനിക്ക് കാശിന് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതെന്നാണ് ഇപ്പോൾ രേണു പറഞ്ഞത്. അപ്പോൾ എനിക്ക് കാശിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അതായത് കാശിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നാണം കെട്ട ചോദ്യങ്ങളെല്ലാം വേണോ ആ ഒരു ഇൻ്റർവ്യൂവിൽ? എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്. എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നത്. എടാ, ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അതെന്ന് പറഞ്ഞാൽ നായ്ക്കിട്ട് കൊടുത്തു. ഡിസീസ് ഗൈഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്നതാണ് മഞ്ഞത്തൊപ്പി വെച്ചാൽ നാശം കെട്ട നാണം കെട്ടവൻ. അല്ല, നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിൽ എന്റെ കയ്യിലുണ്ട്. മനസ്സിലായി? നീ കൂടുതൽ എന്റെ ഉണ്ടാക്കാൻ വരില്ല. എന്തായാലും രേണുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അത്രയും ആ വിവി വേൾഡിന് ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ എന്നേ അവൻ പിന്നെ വൈറലായിട്ടുണ്ടാവും. ഒന്നും ആയിട്ടില്ലല്ലോ ഇതുവരെ. രേണു സുധിയല്ലേ ഇപ്പം വൈറലായിട്ട് പോയത്. ഇങ്ങനത്തെ പല കാര്യങ്ങളും രേണുവിൻ്റെ കയ്യിലുള്ളത് കൊണ്ട്. അതുകൊണ്ട് വെറുതെ നീ രേണു സുധി വിവി വേൾഡിനെ ഒലപ്പാമ്പ് കാണിച്ചിട്ടൊന്ന് പേടിപ്പിക്കാൻ നിൽക്കണ്ട. മനസ്സിലായി? എടാ, നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവര് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചോണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയത് ആ വീട്ടിൽ നിന്ന്. ഇത് വല്ലാത്ത ചതിയായി പോയി രേണു സുധി. നിന്നെ വിശ്വസിച്ചിട്ട് വിവി വേൾഡ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങനെ അത് പബ്ലിസിറ്റി ആക്കാൻ പാടണ്ട. അങ്ങനെ പാടില്ല. നമ്മളൊരാളെ വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചതിക്കാൻ പാടില്ല. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ലെന്ന്, അവൻ്റെ കള്ളത്തരങ്ങളൊന്നും ഇങ്ങനെ വിളിച്ച് പറയാൻ പാടില്ലെന്ന്. ഇതോ റീച്ചിന് വേണ്ടി ആയിരിക്കും അല്ലേ? കള്ളി മറ്റേ പൂതന മോളെ നീ എന്നെ പ്ലക്കിയോ? നിന്റെ അടി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തും ഒക്കെ കിടന്നു കൊടുത്ത കഥകളൊക്കെ എനിക്ക് 1 by 1 ആയിട്ട് എനിക്ക് അറിയാം. നീ എനിക്കെതിരെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഉള്ളതാ നിനക്ക് ഫോൺ വിളിപ്പിക്കുന്നത്. എടി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. നീ കൂടുതൽ എന്റെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോടി ഷെഫീന മറ്റവളെ. അടുത്തത് ഷെഫീന ബിവിക്ക്. എല്ലാവർക്കും ഇപ്പോൾ ഓണത്തിൻ്റെ ബോണസാണ്. അതുലിന് കിട്ടി, വിവിക്ക് കിട്ടിയതാ. ഇനി ഷെഫീന ബിവിക്ക്. എല്ലാവർക്കും രേണു സുധീൻ്റെ വക ഓണത്തിൻ്റെ ബോണസ് കേട്ടോ. എല്ലാവരും പിടിച്ചോ, കുറച്ച് കനത്തിലുണ്ടാവും ബോണസ്. ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ചാനലുകാരുണ്ട്. ആ ചാനലുകാർ നിങ്ങൾക്ക് അറിയുമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. അത് ഷെഫീന ബീവിയുടെ ചാനൽ തന്നെയാണ്. നീ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാടി. പുള്ളി മരിച്ചു,
മനസ്സിലായി? ആ ബന്ധവും ഞാനങ്ങ് നിർത്തി. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടുള്ള എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം എനിക്കറിയത്തില്ല. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. ആ രേണുസുതി, ഇനി നീ അവരെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്നെ വേണ്ടി വരില്ല. കാരണം അങ്ങനത്തെ കഥകളാണ് അവരെല്ലാവരും പിന്നെ യൂട്യൂബ് മുഖാന്തരമായാലും മറ്റുള്ള മുഖാന്തരമായാലും കണ്ടതും കേട്ടതും. അതുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ അവർക്ക് വേണ്ടി വരില്ല. അതുകൊണ്ട് ഇനി നീയായിട്ട് അവിടെ പറയാനൊന്നുമില്ല. എനിക്കവരെ വേണ്ടാന്ന്. അവരും നിന്നെ പണ്ടേ വേണ്ടാന്ന് വെച്ചു. അതിനെന്ന് പറയുന്നവൻ ഇന്ന് കാറെടുത്തില്ലേ? എടാ, എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല, നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ. അങ്ങനെ ഞാൻ വിളിക്കും. എന്റെ മറ്റോളുണ്ടല്ലോ ബീവി, അവക്ക് ഒതുക്കമായി. അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരു അതും ഇതിനിടയിൽ അതും പറഞ്ഞ നിന്നെ വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് ഞാൻ കാറ് വാങ്ങിയെന്ന്. ഇതെന്താന്ന് പറയാൻ പറ്റുന്നത് മാത്രമേ ആൾക്കാരോട് പറയാൻ പറ്റുള്ളൂ. എല്ലാ റിയാക്ഷൻ വീഡിയോ ചാനലുകാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കി ആ ക്യാഷ് കൊണ്ട് നിങ്ങൾ കാറെടുത്താലും വീടെടുത്താലും നിങ്ങൾ ഒരിക്കലും അവരോട് പറയാൻ പാടില്ല നിങ്ങളെ വിറ്റ ക്യാഷ് കൊണ്ടാണ് ഞാൻ കാറെടുത്തത്, ഞാൻ വീടെടുത്തത്. ഒരിക്കലും പറയരുത്. കാരണം അവരൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവരെ നമ്മൾ രഹസ്യമായിട്ട് പറഞ്ഞതൊക്കെ ഇതേപോലെ പരസ്യമാക്കി വിടും. എടി നാണം കെട്ട പറ്റ ഇത്രയുള്ള ഒരു മത്തലച്ചി നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിം ചെയ്യെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും. മറ്റവളെ കോണ്ടൂർ റിസോർട്ട് നീ വന്നത് നീ തീറ്റി നിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിലായോ? നീ എന്നിട്ട് എന്നെ ഇവിടുന്ന് എന്റെ വീട്ടുകാരെ ഇവിടെ ഇറക്കി എന്നെ ഇവിടെ ഇറക്കിയിട്ട് നീ ഇതിന്റെ തൊട്ടപ്പുറത്ത് സ്ഥലം മേടിച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി ഇങ്ങോട്ട്. നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അവളൊരു ഇസ്ലാമിന് ചേർന്നവളല്ലാന്ന്. അവളെ പ്രവൃത്തി കൊണ്ടാണോ അല്ല അവളെ വേഷം കൊണ്ടാണോ? അതാ ഞാൻ പറഞ്ഞ അവരെല്ലാം ഒരുപാട് അറിയുന്ന ആൾക്കാർ. അവരെന്തെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ അത് നല്ലോണം പഠിച്ചെടുത്ത് കിട്ടുന്നിടത്തെല്ലാം പോയിട്ട് ഫോൺ വിളിച്ച് ആയിരത്തും പോയിട്ട് എല്ലാം ശേഖരിച്ചിട്ട് മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പം എങ്ങനെയാണ്? അപ്പോൾ അവൾ ഇസ്ലാമിന് ചേർന്നതല്ല. എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എന്റെ മോന് എന്റെ കുഞ്ഞിന്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നു. എന്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നോളം വരെ ഞാൻ ഇവിടെ താമസിക്കും. അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും എന്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എന്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തന്നെ വിളിക്കും ഇറക്കി വന്നു കഴിഞ്ഞു. മനസ്സിലായല്ലോ? എന്റെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ? നിന്റെ സ്വഭാവം ഇതിന് പിന്നെ കുറച്ചേ അറിഞ്ഞിട്ടുള്ളൂ, ഇപ്പൊ പൂർണ്ണമായിട്ട് മനസ്സിലായി. അല്ലെങ്കിലും എല്ലാവർക്കും അറിയാം, നിങ്ങൾ അവിടുന്ന് അടിച്ചിറക്കിയാലും നിങ്ങൾ അവിടുന്ന് ഇറങ്ങൂല. പല പല കുറ്റങ്ങളും ആ വീടിന് പറഞ്ഞിട്ടും ഇറങ്ങും എന്ന് പറഞ്ഞതല്ലാതെ കണ്ട് നീ ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. നീ അതിനോട്ട് ഇറങ്ങാൻ പോകുന്നുമില്ല എന്നും നമുക്കറിയാം. വിളിച്ച് പറയണ്ട. ഇനി ഒരിക്കലും ഇറങ്ങൂല എന്ന് നീ വിളിച്ച് പറയണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നിൻ്റെ ഫാമിലി തീരെ ഇറങ്ങൂല, അതും നന്നായിട്ടറിയാം.